ഓക്കെ, ഉണ്ണി സാർ. നോക്കൂ, ഇപ്പം 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ പോകുന്നു നാളെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അത് തെക്കേ ഇന്ത്യയിൽ നിന്നായിരിക്കുന്നു, കേരളത്തിൽ നിന്നായിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ നിന്ന് മോഡി പ്രചാരണത്തിന് തുടക്കമിടുന്നത്. അത് കേരളത്തിൽ നിന്നാകുന്നു എന്ന് പറയുന്നതും തെക്കേ ഇന്ത്യയിൽ നിന്നാകുന്നു എന്ന് പറയുന്നതും യാദൃശ്യമല്ല. നോക്കൂ, നമ്മൾ പറയാറുണ്ട് വടക്കേ ഇന്ത്യ ബി ജെ പിയെ സംബന്ധിച്ച്, എൻ ഡി എയെ സംബന്ധിച്ച് വളരെ സേഫാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതിൻ്റെ കാരണം നോക്കൂ, ഇപ്പോൾ രാജസ്ഥാനിൽ ആകെ എത്ര സീറ്റാണ് ഉള്ളത്? രാജസ്ഥാനിൽ ആകെ ഉള്ളത് 25 സീറ്റാണ്. അതിൽ 24 സീറ്റും ബി ജെ പിക്കാണ്. അപ്പം അവിടെ ഒരു സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അവിടെ എങ്ങനെയാണ് ബി ജെ പി ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ബി ജെ പിക്ക് അവിടെ സീറ്റ് കുറയാൻ 25 ചിന്ദ്വാര മാത്രമാണ്. മധ്യപ്രദേശിലാണ് ഒരു സീറ്റ്, കമൽനാഥിൻ്റെ. ശരിയാണ്. 25 സീറ്റും ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിക്കാണ്. ബി ജെ പി ടാലി അവിടെ നിലനിർത്തുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല. രണ്ടാമത് വന്നാൽ മധ്യപ്രദേശിൽ 29 സീറ്റുണ്ട്. അതിൽ 28 സീറ്റും ബി ജെ പിക്കാണ്. ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ആ 28 സീറ്റിലെ വിജയം ആവർത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിൽ മൊത്തം 11 സീറ്റുണ്ട്. അതിൽ 9 സീറ്റ് ബി ജെ പിക്കാണ്. 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അവിടെയൊക്കെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാനാണ് ബി ജെ പിക്ക് ഉള്ളത്? ബി ജെ പിക്ക് നഷ്ടപ്പെടാനാണുള്ളത്. ഡൽഹി 7 സീറ്റാണ് ആകെയുള്ളത്. ആ 7 സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ഒന്നിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു അവിടെ 2ാം സ്ഥാനത്ത്. അപ്പോൾ ഈ 2 പാർട്ടികളും കൂടി ഒന്നിക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി പ്രവചനാതീതമാണ്. പഴയ റിസൾട്ട് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല. ഹരിയാനയിൽ നോക്കാം, 10 സീറ്റാണുള്ളത്. ഹരിയാനയിൽ 10 സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ്. അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. അവിടെയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ചാണ് മത്സരിക്കുന്നത്. അവിടെ സീറ്റ് നഷ്ടം വരാൻ പോവുകയാണ്. ഗുജറാത്തിൽ എന്താ സ്ഥിതി? 26 സീറ്റാണ് ഉള്ളത്. 26 സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ്. ബീഹാറിൽ എന്താ സ്ഥിതി? 40 സീറ്റാണ് ഉള്ളത്. അതിൽ 39 സീറ്റും ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും എൽ ജെ പിയുടെയും കയ്യിലാണ്. ഒരു സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി സീറ്റുകൾ 2019 കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഉത്തർപ്രദേശ് 62 സീറ്റാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഒന്ന് ആലോചിക്കണം, അന്ന് അവിടെ ഇന്ത്യ സഖ്യമില്ല. സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും തമ്മിലാണ് സഖ്യം. അവർ 15 സീറ്റ് പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്. റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിച്ചു. അപ്നാദളിനാണ് പിന്നെ 2 സീറ്റുള്ളത്. ബാക്കി 62 സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ് ഉള്ളത്. അത് ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത് ബാലാക്കോട്ടിനും പുൽവാമയ്ക്കും ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് മുസാഫർ നഗറിൽ വലിയ കലാപം ഉണ്ടാക്കിക്കൊണ്ടാണ് 70 മുകളിൽ സീറ്റ് 2014 ബി ജെ പി നേടിയത്. പക്ഷേ ആഫ്റ്റർ ബാലാക്കോട്ട് ആ സംഭവം, ആ ദേശീയതയും ആ ദേശീയ വികാരവും ഒന്നും അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അത്ര ശക്തമായി ഈ 62 സീറ്റ് എന്നുള്ള വിജയം ബി ജെ പിക്ക് നേടാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യോഗി ആദിത്യനാഥ് തന്നെ അതിശക്തമായൊരു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമിത്ഷാ വളരെ ശക്തനാവുകയാണ്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്ററായിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ പോരുകൾ അതിനുള്ളിലൊക്കെ നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, കഴിഞ്ഞ പ്രാവശ്യം 23 സീറ്റ് യു പി എക്കുണ്ട്. അവിടെ ശിവസേനയും എൻ സി പിയും ചേർന്നിട്ടുള്ള മുന്നണിക്ക്, കോൺഗ്രസും ചേർന്നിട്ടുള്ള മുന്നണിക്ക് 23 സീറ്റുണ്ട്. 23 സീറ്റാണ് ബി ജെ പിക്കുള്ളത്. അത്രയും സീറ്റ് പോലും അവിടെ ലഭിക്കില്ല. ബീഹാറിൽ ഇപ്രാവശ്യം നോക്കിയോ, വലിയ തിരിച്ചടിയായിരിക്കും എൻ ഡി എ മുന്നണിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ വടക്കേ ഇന്ത്യ ബി ജെ പിയെ സംബന്ധിച്ച് ഇക്കുറി സേഫാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെ വലിയ ലോസാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ഒരു കാരണം, അത് വ്യക്തമായി ബോധ്യപ്പെട്ടുള്ള ബി ജെ പിയുടെ ഒരു തീരുമാനം എന്താണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം 165 സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ബി ജെ പി. ആ സീറ്റുകളെല്ലാം ഇപ്രാവശ്യം പിടിക്കണമെന്നാണ് ബി ജെ പി ശ്രമിക്കുന്നതിനാണ്. കാരണം എന്താണ്? ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി ബി ജെ പിയുടെ എക്സിസ്റ്റിംഗ് എം പിമാർക്കുണ്ട്. അവരൊക്കെ തോറ്റുപോവുകയും ഭൂരിഭാഗം ആളുകൾക്കും, നല്ലൊരു ശതമാനം ആളുകൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. പല ആളുകളും തോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുക എന്നൊരു സ്ട്രാറ്റജി കൂടി അവരെടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അങ്ങനെ സേഫാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കണക്കുകളാണ് ഞാൻ ഈ വിശദീകരിച്ചത്. ഇനി ഒരു സീറ്റ് പോലും അവിടെ കൂടുതൽ കിട്ടാനില്ല, എല്ലായിടത്തും നഷ്ടപ്പെടാനേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ തെക്കേ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ കണക്ക് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന, തമിഴ്നാട്, കേരളം, പുതുച്ചേരി 6 സംസ്ഥാനങ്ങളാണ്. 5 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഈ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 130 സീറ്റുണ്ട് തെക്കേ ഇന്ത്യയിൽ. ഈ 130 സീറ്റിൽ എത്ര സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത്? കർണാടകത്തിൽ സുമലതയടക്കം 26 സീറ്റുണ്ട്. 4 സീറ്റ് നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് തെലുങ്കാനയിലുണ്ട്. 30 സീറ്റാണ് ഉള്ളത്. ബാക്കി ആന്ധ്രാപ്രദേശിൽ ഒറ്റ സീറ്റില്ല, വൈ എസ് ആർ സി പിക്കാണ്. അവിടെ 25 സീറ്റുണ്ട്. അതിൽ 22 സീറ്റും വൈ എസ് ആർ സി പിക്കാണ്. 3 സീറ്റ് ടി ഡി പിക്കാണ്. തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട്. ആ 40 സീറ്റുണ്ട്. അതിൽ 39 സീറ്റും ഡി എം കെ മുന്നണിക്കാണ്. 8 സീറ്റുണ്ട് കോൺഗ്രസിന്. 1 സീറ്റ് എ ഡി എം കെക്കുണ്ട്.
പുതുച്ചേരി ഒരു സീറ്റാണ് ഉള്ളത്, അത് കോൺഗ്രസിൻ്റെ കയ്യില്ല. പിന്നെ ഉള്ളത് കേരളമാണ്, 20 സീറ്റും, അതിനകത്ത് 18 UDF-നും 2 LDF-നുമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് 85 സീറ്റുണ്ട്. ഈ 85 സീറ്റിൽ ഒരു സീറ്റ് പോലും BJPക്കില്ല. ഞാൻ പറയുന്നു കർണാടകത്തിൽ ഇപ്രാവശ്യം 26 സീറ്റ് ഉണ്ടായിരുന്നല്ലോ 2019. ആ 26 സീറ്റ് എങ്ങനെയാണ് BJPക്ക് കിട്ടുക? അവിടെ കിട്ടുന്ന പ്രശ്നമില്ല. തെലുങ്കാനയിൽ ഇമ്പ്രൂവ് ചെയ്യില്ല. ഞാൻ വിചാരിക്കുന്നില്ല ആന്ധ്രാപ്രദേശിൽ BJPക്ക് സീറ്റ് കിട്ടുമെന്ന്. സോ സൗത്ത് ഇന്ത്യയിലും BJP NDA ലോസിലേക്കാണ് പോകാൻ പോകുന്നത്. അവരിവിടെ ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല. ആ അർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് ഈ പറയുന്ന BJPയുടെ 2024 പ്രോജക്റ്റ് മാത്രമല്ല, RSSൻ്റെ തന്നെ വലിയ പ്രോജക്റ്റാണ് തെക്കേ ഇന്ത്യ പിടിക്കുക എന്നുള്ള. കാരണം തെക്കേ ഇന്ത്യയിൽ വേരോട്ടം ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP നിൽക്കുന്നുവെന്നും അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ വളർച്ച ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നുമുള്ള RSSൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി അടക്കമുള്ള ആളുകൾ നിരന്തരം ഈ തെക്കേ ഇന്ത്യയിൽ വന്ന് യാത്ര ചെയ്ത് ഈ പ്രചാരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെക്കേ ഇന്ത്യയിൽ കൂടി ഒരു ശക്തിയായി മാറിയില്ല എങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിൽ ഭരണം നിലനിർത്തുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ആയാസകരമായിരിക്കും, അനായാസമായിരിക്കില്ല. ഇനിയിപ്പോൾ ഈ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ആയാറാം ഗേയാറാം പൊളിറ്റിക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പല ആളുകളും പിന്നെ BJPയിലേക്ക് ചേരുന്നു. നോക്കൂ, ഇത് ഒരു പുതിയ സംഭവം അല്ലല്ലോ. BJP ഇപ്പോൾ കേരളത്തിൽ ഈ അത്ഭുതങ്ങൾ കാണി. ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട ആളുകൾ BJPയിൽ നേരത്തെ ചേർന്നിട്ടില്ല. ഇപ്പം TP സെൻകുമാറിനെ പോലെ ഒരു DGP BJPയുടെ ചേർന്ന ആളാണ്. ജേക്കബ് തോമസ് സ്ഥാനാർത്ഥിയായിരുന്നു, DGP ആയിരുന്നു അദ്ദേഹം. വളരെ അപ്രൈറ്റായ ഓഫീസേഴ്സായിട്ട് കേരളം കണ്ടിട്ടുള്ള ആളാണ്. E ശ്രീധരൻ മെട്രോമാൻ, അദ്ദേഹം പിന്നെ BJPയിൽ അംഗമായില്ലേ. അതേപോലെ അൽഫോൺസ് കണ്ണന്താനം CPM വിട്ടങ്ങോട്ട് പോയ ആളാണ്, പോയി. അതെ, അവർ ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ പോയി. പിന്നെ KS രാധാകൃഷ്ണൻ PSC ചെയർമാനായിരുന്നു കോൺഗ്രസിൻ്റെ. ഇവരെല്ലാം അണിനിരന്ന തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. അതിനുശേഷമാണ് അബ്ദുള്ള കുട്ടി CPMൻ്റെ MP ആയിരുന്നില്ലേ, കോൺഗ്രസ് വഴിയാണെങ്കിലും BJP പോയില്ലേ, ഇവരൊക്കെ അണിനിരന്നിട്ടുണ്ട്. എന്നിട്ടും 2021 സ്ഥിതി എന്താണെന്നറിയോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയാണ് BJPയുടെ വോട്ട് ശതമാനം? 11.30. മൊത്തം വോട്ട് ശതമാനം NDAയുടെ 12.4. അതായത് 1% ഈ മറ്റു മുന്നണികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം 11.5% വോട്ടാണ് ഈ പറയുന്ന എല്ലാ ഘടാഘടിയന്മാരെയും അണിനിരത്തിയിട്ട് 2021 BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. അത് തന്നെ താഴത്തേക്കുള്ള വളർച്ചയാണ്. ഈ പുതുപ്പള്ളിയും തൃക്കാക്കരയും എടുത്തു നോക്കിയേ, 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. പുതുപ്പള്ളിയിൽ എത്ര വോട്ടാണ് കിട്ടിയെന്നറിയാവോ? 6500 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയെന്നറിയാവോ? 12000 വോട്ടാണ് കിട്ടിയത്. അവിടെ നേർ പകുതിയായിട്ട് പുതുപ്പള്ളിയിലെ ബൈ ഇലക്ഷനിൽ BJPയുടെ വോട്ട് കുറഞ്ഞു. തൃക്കാക്കര, നമ്മളിരിക്കുന്ന ഈ മണ്ഡലം, തൃക്കാക്കരയിൽ എത്രയാണ് കിട്ടിയെന്നറിയാവോ? AN രാധാകൃഷ്ണന് 12,950 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 16,000 വോട്ട്. അപ്പോൾ BJP കേരളത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ അണിനിരത്തിയിട്ടൊന്നും ഒരു വളർച്ചയും കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, BDJS എന്ന് പറയുന്ന ഒരു ശക്തമായ പാർട്ടിയുടെ ഒരു സാന്നിധ്യം ആ മുന്നണിയിലുണ്ടല്ലോ. BDJS ഒരു വലിയ ശക്തിയല്ലേ? SNDPയുടെ ഒരു പിന്തുണയില്ലേ BDJSന്? ഈ BDJSൻ്റെ ശാഖകളിലൂടെയൊക്കെ കടന്നാണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രചാരണം മുഴുവൻ നടന്നത്. അവരെയൊക്കെ ഇറക്കിയിരുന്നല്ലോ. എത്ര ശതമാനം വോട്ടുണ്ട് ഇപ്പോൾ BDJSന്? BDJSന് എവിടെയെങ്കിലും ഒരു വളർച്ച കാണിക്കാൻ 2019 2021 കഴിഞ്ഞിട്ടുണ്ടോ? തളരുകയല്ലേ ആ പ്രസ്ഥാനം. അപ്പം NDA എന്ന് പറയുന്നത് കേരളത്തിൽ തളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന, വളർച്ച കാണിക്കാത്തൊരു മുന്നണിയാണ്. BJPയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന അനിൽ ആൻ്റണിയോ പത്മജ വേണുഗോപാലോ അല്ലെങ്കിൽ തമ്പാനൂർ സതീഷോ പത്മിനി തോമസോ ഒക്കെ വന്നതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാക്കും, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരെക്കാൾ ഗംഭീരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു PT ഉഷ, TP സെൻകുമാർ, ജേക്കബ് തോമസ്, ഈ മെട്രോമാനായിട്ടുള്ള ശ്രീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ഇങ്ങനെ വലിയ പബ്ലിക് ഇമേജുള്ള ആളുകൾ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും KS രാധാകൃഷ്ണന് വലിയ ഇമേജ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരു എഴുത്തുകാരൻ, പണ്ഡിതൻ, വൈസ് ചാൻസലർ എന്നൊക്കെയുള്ളതിലേക്ക് ഈ നിലയ്ക്കൊക്കെയുള്ള ആളുകൾ വന്നിട്ട് പോലും ഒരു ഇഫക്റ്റും ഉണ്ടാക്കാത്തടത്താണ് പത്മിനി തോമസും തമ്പാനൂർ സതീഷുമൊക്കെ വരുന്നത്. ഇനി ആരൊക്കെയോ വരാനിരിക്കുന്നു എന്ന് പറയുന്നു, എനിക്കറിയില്ല. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് വടക്കേ ഇന്ത്യ വലിയ സുരക്ഷിതമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കണക്കുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ തളർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനുള്ള ഫ്രാൻറ്റിക്കായ ശ്രമത്തിലാണ് BJP. എന്നാൽ തെക്കേ ഇന്ത്യയിലും അവരുടെ സീറ്റ് കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറയുന്ന പല ആളുകളെയും അണിനിരത്തിക്കൊണ്ട് BJP ഇതാ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, ഇവിടെ BJP വളരാൻ പോകുന്നു, പല ആളുകളും BJP ഒരു ലാവണമായും താവളമായും കാണുന്നു എന്നൊക്കെ വരുത്തി തീർക്കുമ്പോൾ ചെറിയ മീനുകളാണ് ആ വലയിൽ വീണുകൊണ്ടിരിക്കുന്നത്. അതൊരു ഇഫക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതാണ് എൻ്റെ ടേക്ക്. ഓക്കെ ഉണ്ണി സാർ, അങ്ങയോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. അതെ, തെക്ക് പിടിക്കുമോ മോദി എന്ന ചോദ്യത്തിന് തെക്ക് പിടിക്കുക തന്നെ ചെയ്യും 2024 എന്നുള്ളതാണ് എൻ്റെ. Meet the editors.